ദശകം 54. ത്വൽസേവോൽക്ക സൗഭരിർനാമപൂർവം. സൗഭരി എന്ന് പേരായ ഒരു മഹർഷി. ത്വൽസേവോൽക്കഹ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ സേവിക്കുന്നതിൽ, അങ്ങയെ ഭജിക്കുന്നതിൽ എന്തെന്നില്ലാത്ത തൽപരതയോടുകൂടിയവനായി, ഉത്സുകനായി. പൂർവം, പണ്ട്, കാളിന്ത്യന്തർ ദ്വാദശാബ്ദം തപസ്യൻ, കാളിന്തി നദിയിൽ പോയി വെള്ളത്തിൽ മുങ്ങിയിട്ട് 12 വർഷക്കാലം, ദ്വാദശ അബ്ദം 12 വർഷം തപസ്യൻ, തപസ് ചെയ്തുകൊണ്ടിരുന്നു. എന്താണ്, പുറത്തിരുന്നാൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കും. ഇതാണ് പ്രത്യേകിച്ച് മഹർഷിയല്ലേ, അപ്പോൾ ഒന്നും ആഹാരമൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ മഹർഷി ആഹാരം വല്ലതും കഴിച്ചു, ഞാൻ ആഹാരം കൊണ്ട് തരട്ടെ എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. അപ്പോൾ ജനങ്ങളുമായിട്ടുള്ളതായ സംസർഗം വർദ്ധിക്കുമെന്നുള്ളതായ ചിന്തയോടുകൂടി അദ്ദേഹം കാളിന്തിയിൽ പോയി, ഒരു വിജനസ്ഥലത്ത് പോയി. പണ്ടൊക്കെ അങ്ങനെയാണ് ചെയ്യുക രാജാക്കന്മാർ, വിജനസ്ഥലത്തിൽ ഉള്ളതായ കാട്ടിലേക്ക് പോകും. ഇത് നദിയുടെ ഉള്ളിൽ കയറിയിരുന്നു മൂപ്പര്, അപ്പോൾ അവിടെ ആരും വന്ന് നോക്കില്ലല്ലോ. ഇതാണ് എന്തിനാണ് നിങ്ങൾ പറയുന്നത്, നമ്മളും ധ്യാനാദികൾ ശീലിക്കുന്നത് വിജനമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം. ആൾക്കാരുണ്ടെങ്കിൽ അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചോദിക്കും, അത് നമുക്ക് വേണ്ടതായിരിക്കും. ആഹാരം കഴിച്ച് ചോദിക്കണം, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. പക്ഷേ തടസ്സം വന്നു, ധ്യാനത്തിന് തടസ്സം വന്നു. അതുകൊണ്ടാണ് എത്രത്തോളം വിട്ടു നിൽക്കാമോ ആ വിധത്തിൽ വേണം ഭഗവാനെ ധ്യാനിക്കാൻ. ഇദ്ദേഹം ആരും കാണരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങി. അങ്ങനെ 12 വർഷക്കാലം അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരുന്നു. വെള്ളത്തിലേക്ക് പോകാൻ വേറെ ഒരു കാരണമുണ്ട്. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല കല്യാണാലോചനയൊക്കെ വന്നു വരും. അത് ചെറുപ്പക്കാരനായ മഹർഷി, സുന്ദരനായ മഹർഷി, അപ്പോൾ അദ്ദേഹത്തിന് വിവാഹം ചെയ്ത് കിട്ടണമെന്ന് വിചാരിച്ചുള്ള ആൾക്കാർ വന്നു എന്ന് വരും. അപ്പോൾ അതൊന്നും വേണ്ട, ഈ ജന്മത്തിൽ ഞാൻ വിവാഹമേ ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി അടിയിൽ പോയിരുന്ന് തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മീനവ്രാതേ സ്നേഹവൻ ഭോഗലോലേ, ഭോഗലോലേ മീനവ്രാതേ, ഭോഗത്തിൽ തൽപരരായിരിക്കുന്നതായ മീനുകളുടെ കൂട്ടം. രതി, സ്ത്രീപുരുഷ ബന്ധം ആണ് അവിടെ എന്നർത്ഥം. മീനുകൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ചേർന്ന് ഒന്നിച്ചു നിന്ന് രതിയിൽ ഏർപ്പെടുന്നു. അതെത്ര, 1-2 പേരാണോ? അല്ല, മീനവ്രാതേ, മീനുകളുടെ കൂട്ടം നിറച്ച് ആ മീനുകളിങ്ങനെ സഞ്ചരിക്കുന്നു. ഇത് കണ്ടു. എന്തെന്നില്ലാത്തൊരു രതി, താല്പര്യം തോന്നി. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് താർക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കഥാചിൽ, ഒരിക്കൽ ആ താർക്ഷ്യൻ അവിടെ വന്നിരിക്കുന്നു. തൃക്ഷൻ്റെ പുത്രൻ താർക്ഷ്യൻ. തൃക്ഷൻ എന്ന് പറയുന്ന കശ്യപ മഹർഷിയാണ്. കശ്യപ മഹർഷിയുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പേരാണ് താർക്ഷ്യൻ. 2 പേരെ മാത്രമാണ്, അനേകം പുത്രന്മാരുണ്ട് കശ്യപ മഹർഷിക്ക്. എന്താണ്, 21 ഭാര്യമാരാണ്. അവരിലൊക്കെ ധാരാളം പുത്രന്മാർ. അപ്പോൾ പക്ഷേ 2 പേരെ മാത്രമേ താർക്ഷ്യൻ എന്ന് പറയൂ. ഏതുപോലെയാണ് ദാശരഥി എന്ന് പറയുന്നത്. ദശരഥൻ്റെ പുത്രന്മാരെല്ലാവരും ദാശരഥിമാരാണ്. പക്ഷേ ആരെയും പറയാറില്ല, രാമനെ മാത്രമേ പറയൂ. അതുപോലെ
ഇവിടെ പക്ഷേ രണ്ടുപേരെ പറയുന്നുണ്ട്. ഒന്ന് ഗരുഡൻ, മറ്റേത് കാളിയൻ. ഇവർ രണ്ടുപേരെയും താർക്ഷ്യൻ എന്ന് പറയാറുണ്ട്. താർക്ഷ്യം ഐക്ഷതാഗ്രേ, തൻ്റെ മുമ്പിൽ, കൺമുമ്പിൽ പ്രത്യക്ഷമായിട്ട്, സാക്ഷാത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട്, ഐക്ഷത ഈക്ഷണം ചെയ്തു കണ്ടു. എപ്പോഴാണോ മഹർഷി ആരുമായിട്ടും ബന്ധം പാടില്ല, ഭോഗലീലകളിലൊന്നും ഏർപ്പെടാൻ പാടില്ല, അതിനെപ്പറ്റി ആരും ചോദിക്കരുത്, അത് കേൾക്കരുത്, പറയരുത്, അല്ലേ? അത് മൂന്നും വിചാരിച്ചിട്ടാണ് എവിടെ ആരും കാണാത്തതായ ആ കാളിന്തി നദിയുടെ ഉള്ളിൽ പോയി ചെയ്തത്. പക്ഷെ അവിടെ എന്താ ഉണ്ടായത്? അത് തന്നെയാണ്, ഭോഗലീലയാണ് കണ്ടത്. ആ ഭോഗലീല കണ്ടതായ സമയത്ത് തനിക്കും അങ്ങനെ ആയാൽ കൊള്ളാം എന്നൊരു തോന്നൽ വന്നു. 12 കൊല്ലക്കാലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിധത്തിൽ തോന്നൽ വരികയുണ്ടായി. അപ്പോൾ 2 കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. നിരന്തരം ഭഗവത് സ്മരണ ഉണ്ടായിരിക്കണം. ത്വൽസേവോൽക്ക, അതാണ് ആ വാക്ക് വെച്ച് തുടങ്ങിയത്. ഭഗവാന്റെ സേവനത്തിൽ, ഭജനത്തിൽ ഉത്സുകനായിരിക്കണം. ഏത് സമയത്തും കുളിക്കുന്ന സമയത്തായാലും, അടുക്കളയിലുള്ള സമയത്തായാലും, നടക്കുന്ന സമയത്തായാലും, എപ്പോഴും ആ ചിന്ത നിലനിർത്താനാണ് നാമം ജപിക്കാൻ പറയണത്. ആ നാമം ജപിക്കുമ്പോൾ അത് ഓർമ്മ വരും. 2, ഭഗവാനെ ധ്യാനിക്കുന്നത് കഴിയുന്നത്ര വിജന സ്ഥലത്തിരിക്കുന്നതാണ് ചെയ്യേണ്ടത്. അവിടെ യാതൊരു വിധത്തിലുള്ളതായ ചിന്തകളും നമ്മളെ അലട്ടരുത്. ചിന്തകളാണ് നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നത്. ചിന്തകളാണ് നമ്മളെ വിഷയങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ വിധത്തിൽ ആരുമില്ലാത്തതായ ഒരു സ്ഥലത്ത് പോയി തപസ് ചെയ്തത്.